വെൽക്കം രഞ്ജിത്ത് സജീവ്. രഞ്ജിത്ത് സ്വാഗതം. താങ്ക് യു. നമ്മളൊരു എന്താണ് ഒരു ഇറക്കത്തിനൊരു കയറ്റവും ഒരു കയറ്റത്തിനൊരു ഇറക്കവും ഉണ്ടാവുന്ന പഴയ ആളുകൾ പറയും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അതിനപ്പുറം അതിനൊരു സന്തോഷം ഉള്ളൊരു കാലഘട്ടം വരുന്നത്. അപ്പം എനിക്കൊരു കൽബ് ഇറങ്ങി തിയേറ്ററിൽ സ്വീകരിക്കപ്പെടാതെ പോയൊരു സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മാനസിക ബുദ്ധിമുട്ട് എത്രത്തോളം നമ്മളില്ലാതൊക്കെയാണ് എന്ന് പറഞ്ഞാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടിലെല്ലാം തീർക്കുന്ന റെസ്പോൺസും കോളുകളും ഒക്കെ അല്ലേ കൽബ് OTT വന്നപ്പോൾ കിട്ടുന്നത്. അത് ശരിക്കും ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല, നമ്മുടെ സാജിദ് ആയാലും മൊത്തം കാസ്റ്റിംഗ് ഒരുപാട് പണിയെടുത്ത ഒരു പടമാണ് കൽബ്. അത്രയ്ക്ക് എഫേർട്ട് എടുത്ത്, അത്രയ്ക്ക് ഷൂട്ടിംഗ് ആയാലും ലൊക്കേഷൻസ് ആയാലും ഒരുപാട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു പടമാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പടത്തിൽ. പക്ഷേ എന്തോ ഒരു കാരണത്തിന് തിയേറ്ററിൽ അത് ആ സാഹചര്യത്തിൽ വർക്കായില്ല ആ സമയത്ത്. പക്ഷേ ഇപ്പം അതിൻ്റെ 10 ഇരട്ടി ലവ് കിട്ടുന്നുണ്ട്. സോ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരുപാട് മെസ്സേജസ് കിട്ടുന്നുണ്ട് പേഴ്സണലായിട്ടും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും. സോ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം അതിന് ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്ന ഒരു വേദിയിൽ. ശരിക്കും കൽബിലേക്ക് പറഞ്ഞാൽ കൽബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റിലീസാവുന്നു. പക്ഷെ 2ാമത്തെ സിനിമയാണ്. ഗോളം 3ാമത്തെ സിനിമയാണ്. ഇപ്പം മൈക്ക് ഇറങ്ങുന്നു. മൈക്ക് വലിയ കാര്യമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ജോൺ അബ്രഹാം അവതരിപ്പിച്ച ഒരു സിനിമയാണ്. പിന്നീട് റിലീസാവുന്നത് ആക്ച്വലി കൽബാണ്. കൽബും ഓക്കെ, ജസ്റ്റ് അത്ര അങ്ങ് പോയില്ല. ഗോളമാണ് ഒരു ഫസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം 3ാമത്തെ സിനിമ ആദ്യത്തെ ഹിറ്റ് ആവുന്നു. അത് കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം 2ാമത്തെ സിനിമ വീണ്ടും ഒരു ഹിറ്റിലേക്ക് വരുന്നത്. അത് അങ്ങ് ഇത് OTT ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് പടങ്ങളുടെ കൂടെ ഇത് ഇറങ്ങി അങ്ങ് പോവും എന്നതിനപ്പുറം ഇങ്ങനെ ഒരു മാറ്റം, ഇത് അപ്സൈഡ് ഡൗൺ ആയി തിരിയും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എനിക്ക് എപ്പോഴും നമ്മുടെ ഓഡിയൻസിൽ ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ മലയാളി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്തെങ്കിലും എക്സ്പീരിയൻസ് സ്വീകരിക്കാൻ തയ്യാറാണ്. അത് ചിലപ്പം വർക്കൗട്ട് ചെയ്യത്തില്ല, പക്ഷേ ആ മൈൻഡ് സെറ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ ഒരുപാട് അന്യഭാഷ ആൾക്കാരായാലും നമ്മുടെ കോണ്ടന്റിൽ എല്ലാ ശ്രദ്ധയും ഇപ്പം നമ്മളൊരു ചെറിയ ഇൻഡസ്ട്രി ആയാലും അത്രയ്ക്കൊരു ക്വാളിറ്റി ലെവൽ, നമ്മുടെ ഒരു ഓഡിയൻസ് ആയാലും ഫിൽം മേക്കേഴ്സ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും അത്രയ്ക്കൊരു ലെവൽ ഓഫ് ഫിൽം മേക്കിംഗ് മെൻറ്റാലിറ്റി നമുക്കുള്ളത്. സോ എനിക്ക് ഓഡിയൻസിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഒരു എന്താ പറഞ്ഞാൽ ഒരു റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് വിജയപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ. സോ ഡെഫിനറ്റ്ലി ആദ്യം ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയായിരുന്നു കൽബ് എന്ന് പറഞ്ഞൊരു പടത്തിന് അതിനൊരു സ്പേസ് എപ്പോഴെങ്കിലും കിട്ടുമെന്ന്. അത് ഞങ്ങൾ പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നും ഇപ്പം അതിൻ്റെ പേ ഓഫ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഒരുപാട് സന്തോഷമുണ്ട്. ഈ രഞ്ജിത്ത് ഒരു ക്യാരക്ടർ ആകുന്നത് എങ്ങനെയാണ് ശരിക്കും? ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഒരാൾ കൊണ്ടുവരുന്നു, അപ്പോൾ അതിൻ്റെ കഥ മാത്രം നോക്കിയിട്ടാണോ, അതെയോ എൻ്റെ ക്യാരക്ടറിന് എത്ര സീനുണ്ട് അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്തൊക്കെ ചെയ്യാനുണ്ട്, അല്ല ക്യാരക്ടർ നോക്കിയിട്ടാണോ സിനിമ സെലക്ട് ചെയ്യുന്നത്, അതേ ഓവറോൾ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണോ? ഇപ്പം ക്യാരക്ടറിൻ്റെ ഒരു ലെങ്ത് കുറവാണ്, ഇപ്പം ഹീറോ ആണ്, പക്ഷേ അതിൽ അധികം ലെങ്ത് ഇല്ല, മറ്റൊരു കഥാപാത്രം കുറച്ച് മോളിൽ നിൽക്കുന്നത്, അങ്ങനത്തെ എങ്ങനെയാണ് ഈ സെലക്ഷൻ പ്രൊസീജിയർ? ഡെഫിനറ്റ്ലി ക്യാരക്ടർ പ്രൈമറി നോക്കാറ്. കാരണം ഞാനും ഈ ഇൻഡസ്ട്രിയിൽ എനിക്കൊരു ആക്ടറായിട്ട് ഒരു നല്ലൊരു സ്ഥാനത്തിലെത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നോക്കുന്നത്. ഡെഫിനറ്റ്ലി ഇപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് മറ്റേ എൻ്റെ ക്യാരക്ടർ എന്തുമായിരിക്കും, എന്നെ ഒരു ആക്ടറായിട്ട് എങ്ങനെയത് ചാലഞ്ച് ചെയ്യുന്നത്, ഡെഫിനറ്റ്ലി കഥയും ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞൊരു ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാൻ എങ്ങനത്തെ ഒരു സ്കോപ്പ് ഉണ്ട്, എൻ്റെ ഒരു ആക്ടറായിട്ടൊരു എൻ്റെ വാല്യൂ എങ്ങനെ എന്നെ ചേഞ്ച് ചെയ്യുന്നത്, എൻ്റെ ഒരു സ്റ്റാറായിട്ട് എങ്ങനെയാണ് അത് മാറ്റുന്നത്, അതാ പ്രൈമറി ഞാൻ ചിന്തിക്കാറുള്ളത്. സാജിദിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പം ആ സമയത്ത് റിവ്യൂവേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഒരു മേജർ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് അടച്ചാക്ഷേപിച്ച, താഴ്ത്തി റിവ്യൂ പറഞ്ഞ ഒരു സിനിമകളിലൊന്നായിരുന്നു കൽബ്. വളരെ ചിലവരൊക്കെ ഭയങ്കര പുച്ഛിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു നെഗറ്റീവ് പലരും പറഞ്ഞു. അപ്പം ഇപ്പോൾ അവരോടൊക്കെ നെഗറ്റീവ് മാറ്റി പറയുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പം സാജിദ് പറയേണ്ടത് അവരുടെ കഞ്ഞുകൂടിയാണ്, അവർക്കത് മാറ്റി പറഞ്ഞാൽ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടില്ലേ എന്നൊരു ഡയലോഗ് സാജിദ്. അത് 100% ശരിയല്ലേ ശരിക്കും പറഞ്ഞാൽ? കാരണം ഇനിയിപ്പം കണ്ട ആൾക്കാർ ആ സമയത്തൊക്കെ എന്താണ് ശരിക്കും ഫീല് വന്നത്? അപ്പം ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, പക്ഷേ പറയുന്നത് പറഞ്ഞാൽ സിനിമ ഒരു സബ്ജക്റ്റീവ് ആർട്ട് ഫോമാണ്. എനിക്ക് ഒരു ഗംഭീര പടമായിരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവാർഡ് വർത്തി. പക്ഷേ ചിലപ്പോൾ ഒരു 10 ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പം അതിലൊരാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അതൊരു സബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ആണ്, നമുക്കത് പറയാൻ പറ്റത്തില്ല. നമ്മൾ വിശ്വസിക്കുന്നത് ശരിക്കും കണക്റ്റ് ആവുമെന്ന്, പക്ഷേ ആ വിശ്വാസം ഒരു 100% ഗ്യാരണ്ടി നൽകത്തില്ല. സോ ഡെഫിനറ്റ്ലി ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി വന്നിട്ടുണ്ട്, പക്ഷേ അത് നമ്മുടെ കൺട്രോളിലല്ല ഇനി. പക്ഷേ മെജോറിറ്റി ആൾക്കാർ എന്തുവാ അത് എൻ്റെ ഒരു പടം എന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ, ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ആ പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഓഡിയൻസ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു, നമ്മളെ ഹോണ്ട് ചെയ്യുന്നു, നമ്മളെ അത് എന്തേലും ഒരു പഴയ ഓർമ്മ നമ്മളെ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. അത് ആ സിനിമയുടെ ഇമ്പാക്റ്റാണ് ഞാൻ കുറച്ചുകൂടി നോക്കാറ് അതിൻ്റെ ഒരു സക്സസും ഫെയിലിയറിനെക്കാളും. കാരണം ഒരു 50 വർഷം കഴിഞ്ഞിട്ടും ആ പടം മോശമാണെങ്കിൽ നല്ല അതെങ്കിൽ അതിനെപ്പറ്റി ചർച്ച പറയണം. ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അടയാളം ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു ഇമ്പാക്ട്ഫുൾനെസ് ഇപ്പം കൽബിന് വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു, ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ എല്ലാത്തിനും. അപ്പോഴത്തേക്ക് അതെനിക്ക് സന്തോഷം. ഇപ്പം ഇപ്പം 2 ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാൽ അതിൻ്റെ 10-20 ആൾക്കാർ പോസിറ്റീവ് പറയുന്നുള്ളൂ. ഞാൻ ആ പോസിറ്റീവ് ഇപ്പം നോക്കാറ്.
അത് എന്നെ പുഷ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് കുറച്ചുകൂടി നല്ല പടങ്ങൾ ഡെലിവറി ചെയ്യാൻ എൻ്റെ ഓഡിയൻസിന് വേണ്ടി കുറച്ചുകൂടി നല്ല കോണ്ടന്റുകൾ ചൂസ് ചെയ്യാൻ. സോ അത് എൻ്റെ ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ എടുക്കുന്നത്. ഇപ്പം പുതിയൊരാളാണ് ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു 3 സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കണം. ഇപ്പം അച്ഛനും പേരൻസ് തന്നെയാണ്. അപ്പം പല സൈഡിൽ നിന്നും ചില കമൻസിൽ കാണുന്നുണ്ട് അച്ഛനും അമ്മയുടെ ഒരു പ്രിവിലേജ്, അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ളതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി പടം ചെയ്ത് പോകുന്നതെന്നുള്ളൊരു നെഗറ്റീവ് കമൻസ് കാണുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. ഡെഫിനറ്റ്ലി സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഈ വേദിയിൽ ഡെഫിനറ്റ്ലി ഞാനൊരു പ്ലാറ്റ്ഫോം ഒബ്വിയസ്ലി ഒരു പ്രൊഡ്യൂസർ അവരുടെ പ്രൊഡ്യൂസറിന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി നൽകാൻ ഒരു വേദി കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ ആ വേദിയിൽ നിന്ന് എൻ്റെ കരിയർ ബിൽഡ് ചെയ്തെടുക്കുന്നത് അത് എൻ്റെ കാര്യം. ഞാൻ തന്നെ ശ്രമിക്കണം. അതെ, ഞാൻ തന്നെ ശ്രമിക്കണം. ഓഡിയൻസിന് മനസ്സിൽ കയറാൻ ഞാൻ തന്നെ ശ്രമിക്കണം. ഡെഫിനറ്റ്ലി 1-2 അവസരം കിട്ടിയില്ല, അതും പാളിപ്പോയാൽ പിന്നെ ഞാൻ ഒരാൾ ഇൻഡസ്ട്രി ഔട്ടാണ്. കാരണം ഇത് ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഒരു ദിവസം നമ്മൾ സ്റ്റാർ ആയ അടുത്ത ദിവസം വേറൊരാൾ നമ്മളെ മാറ്റിയിട്ട് അയാൾ സ്റ്റാർ ആവും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ടോപ്പ് ഓഫ് ദി ഗെയിം. ഞാൻ സ്വയമായിട്ട് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ഏത് പടമായാലും. കാരണം ഞാൻ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് ചെയ്ത ബാക്കി ഓഡിയൻസിൻ്റെ കയ്യില്ല ഞാൻ. പക്ഷെ ഇപ്പം ഒരുപാട് നല്ല റെസ്പോൺസസ് കിട്ടുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ നെഗറ്റിവിറ്റി എല്ലാത്തിനും കൂടെ വരും. പക്ഷേ അതിനെക്കാളും ഓവർവെൽം ചെയ്യുന്ന ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യാറ്. സോ രഞ്ജിത്ത് ഒരു നടൻ എന്നുള്ള രീതിയിൽ സ്വയം അപ്ഡേറ്റ് ആവുന്നത് എങ്ങനെയാണ്? അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓബ്വിയസ്ലി പടങ്ങൾ കാണും. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് എന്നെ ക്രിയേറ്റീവ്ലി എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കോണ്ടന്റ് ആയിരിക്കണം. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്ത എന്തോ ഒരു പുതിയ കാര്യമുണ്ട്. കാരണം എനിക്കൊരു എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നണം എന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു കാര്യം, ഇതെൻ്റെ കംഫർട്ട് സോണിൽ കിടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി ഒരു വാശിയുണ്ട് ഇത് കുറച്ചും ബെറ്റർ ആയിട്ട് ചെയ്യാൻ. അങ്ങനെ തേടിപ്പോകാൻ. കാരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ കംപ്ലീസൻ്റ് ആയി പോകും. നമ്മൾ ഒരു ലെവൽ വരെ നിൽക്കത്തുള്ളൂ. നമ്മളിങ്ങനെ സ്വയമായിട്ട് ചാലഞ്ച് ചെയ്യുന്നത് ചാലഞ്ചസ് വന്നാലും നമുക്ക് വളരാൻ പറ്റത്തില്ല. ചാലഞ്ചസ് ഫെയിലിയർ ആവും, സക്സസ് ആവും. പക്ഷെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതിൽ നിന്ന് പഠിച്ചിട്ട് അടുത്തതിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഈ മൈക്കിനൊക്കെ മുൻപ് ഈ ഒരു ആക്ടിങ് ക്ലാസ് അല്ലെങ്കിൽ മൈക്കിന് ശേഷം ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ആക്ടിങ് വർക്ക്ഷോപ്സ് അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? ആ ഒരു പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്? ഞാൻ പേഴ്സണലി അത് ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ആക്ടിങ് വർക്ക്ഷോപ്സ്. അതെൻ്റെ ഇത് എല്ലാവർക്കും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വേണ്ട. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആക്ടിങ് അങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരു കാര്യമല്ല, ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഓക്കെ അത് പോളിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആക്ടിങ് വർക്ക്ഷോപ്സ്. പക്ഷേ ഞാൻ കണ്ട മിക്ക ആക്ടിങ് വർക്ക്ഷോപ്സ് എനിക്ക് അത്രയ്ക്ക് പ്രയോജനം വന്നിട്ടില്ല. പക്ഷേ കാരണം ഇപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളൊരു കൊച്ചു കുട്ടിയാകുമ്പോൾ നമ്മളൊരു 5 വയസ്സുള്ള കുട്ടി നമ്മളൊരു പടം കാണുക, ഒരു പോലീസ് കഥാപാത്രം നമ്മളെ ഭയങ്കര ഞെട്ടിച്ചു, അതൊരു സൂപ്പർ ഹീറോ നമ്മളെ ഞെട്ടിച്ചു. നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യത്തില്ല ഇതിൻ്റെ ഹെഡ് സ്പേസിൽ കയറണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് സൂപ്പർ ഹീറോ ആവണം, അതുകൊണ്ട് അവരിങ്ങനെ ആ കൊച്ചു കുട്ടികൾ അത് ബിലീവ് ചെയ്തിട്ട് അവരങ്ങനെ ആക്ട് ചെയ്യും. അത്രയുമേ ഉള്ളൂ. നമ്മൾ അത് ഏറ്റവും ഫണ്ടമെൻ്റൽ ലെവലിലെടുത്ത ആക്ടിങ് എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റിവിറ്റി എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മളത് റിയലൈസ് ചെയ്ത് നമ്മളത് പുറത്തു കൊണ്ടുവരാൻ നോക്കണം. ഇനി അത് ഞാൻ പറഞ്ഞ പോലെ ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി ചില ആൾക്കാർക്ക് ആക്ടിങ് വർക്ക്ഷോപ്സ് ഉപയോഗപ്പെടുത്തിയേക്കാം. പക്ഷേ എന്നെ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി ഒരു ഡൈനാമിക്കായി എനിക്ക് ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടു. ഡയറക്ടറിൻ്റെ കൂടെ ഇരുന്നു അവരെനിക്ക് ഡിസ്കസ് ചെയ്യണം എങ്ങനത്തെ കഥയാണ്. അങ്ങനെ എനിക്കൊരു അറിവ് വരുന്നത് ക്യാരക്ടേഴ്സിനെ പറ്റി. കാരണം എനിക്കൊരു ടെംപ്ലേറ്റ് ഇല്ല. ഇങ്ങനെ പറഞ്ഞാൽ ഈ ക്യാരക്ടറിൻ്റെ ഹെഡ് സ്പേസിൽ ഇങ്ങനെ എല്ലാ പടത്തിലും അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാ മറ്റേ ആ സെറ്റ് വൈബ് അനുസരിച്ചിരിക്കും, ആ ഡയറക്ടറിൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. സോ അങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഇതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇമോഷണൽ രംഗങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ആ സീനുകളൊക്കെ ചെയ്യാൻ ഇപ്പം ഒരു സിനിമ തുടങ്ങുന്നു. ഇപ്പം ഓക്കെ ഗോളം ഇതുവരെ ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ ബാക്കി 2 സിനിമയും പ്രണയം എന്നൊക്കെ പറയാം, നമ്മൾ ഈ ഒരു ടീനേജിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഗോളം ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു കഥാപാത്രമാണ്. കുറച്ച് പോലീസാണ്, കുറച്ചൊരു റഫായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ കൽബിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് സീക്വൻസുകൾ അതിൻ്റെ ഒരുപാട് ഇമോഷണൽ സാധനങ്ങളുള്ള സീക്വൻസുകളാണ്. ഈ സീക്വൻസിലൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ സാജിദിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ്? സാജിദിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പ് ഞാൻ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നില്ല എന്നെ അത്രയ്ക്ക് അത് ഗുണപ്പെടുത്തുമെന്ന്. പക്ഷേ ഡെഫിനറ്റ്ലി സാജിദിനോട് സംസാരിച്ചു, പുള്ളിയോട് ഒന്ന് സംസാരിക്കും. കാരണം പുള്ളിക്ക് ഈ കാൽപ്പും തുമ്പുന്ന കഥാപാത്രം പുള്ളി ഇത്രയും വർഷമായിട്ട് കൊണ്ടു നടന്ന ക്യാരക്ടേഴ്സ്. കാരണം അത്രയ്ക്ക് പേഴ്സണായിട്ട് അറിയാം. അപ്പോഴത്തേക്ക് പുള്ളിയോട് ഞാൻ സംസാരിക്കുന്നത് എന്തോ ആവശ്യപ്പെടുന്നത് എന്തോ. പിന്നെ പുള്ളി എനിക്ക് ഒരുപാട് റെഫറൻസ് വീഡിയോ അയക്കുമായിരുന്നു, ഇങ്ങനത്തെ രീതിയിൽ എടുക്കാൻ ഫ്രെയിംസ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഇമോഷൻ വന്നാൽ കുറച്ചും ബെറ്റർ ആയിരിക്കും, കുറച്ച് അസ്തറ്റിക് ആയിട്ടിരിക്കും. സോ അതെല്ലാം കൺസിഡർ ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഒരു ഇത് ബിൽഡ് ചെയ്യും, ഒരു പെർഫോമൻസ് ബിൽഡ് ചെയ്യും.
അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് ആ സ്ക്രീനിൽ വരുമ്പോൾ. ഖൽബിന്റെ സീനുകളും സീക്വൻസുകളും നമുക്ക് സ്ക്രിപ്റ്റ് ഓൾറെഡി തരും, വീട്ടിൽ നമ്മൾ വായിക്കും. അതെ. ഈ മുറിക്കുള്ളിൽ നിന്നിട്ടുള്ള ഈ ഒരു ടൈമിൽ ഒരു നമ്മുടെ തന്നെ ഒരു സ്പേസിൽ നിന്നുള്ള അഭിനയിച്ച് നോക്കൽ പരിപാടികളൊക്കെ ഉറപ്പായിട്ടും അതൊക്കെ അതൊക്കെ തന്നെയാണ്. അത് ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം, എന്നിട്ട് ലൊക്കേഷൻ ചെയ്ത് അങ്ങനെ അതാ കുറച്ച് ഈ വർക്ക്ഷോപ്പിന്റെ കാര്യം എനിക്ക് അതാ ശരിക്കും കുറച്ചുകൂടെ പ്രയോജനം തോന്നുന്നത്. കാരണം നമ്മൾ തന്നെ ചെയ്ത് പഠിക്കുക. അത് കാരണം ഒരാൾ നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ. അത് നമ്മുടെ സ്വയമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. വളരെ വാലിഡ് പോയിന്റ്. യൂഷ്വലി ഇത് അങ്ങനത്തെ പ്രോസസ്സസ് ഞാൻ ചെയ്യുന്നത് ഒരു ക്യാരക്ടറിന് വേണ്ടി. അഗൈൻ ഞാൻ ഒരു ബാഡ് മൗത്ത് ഒന്നും ചെയ്യുമല്ല ആ പ്രോസസ്സിനെ. പക്ഷേ ചില ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യാം. പക്ഷേ എന്നെ പേഴ്സണലി പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ കുറച്ചുകൂടെ ആ ക്യാരക്ടറോട് കയറിപ്പിക്കാൻ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതെ. ഈ സിദ്ദിഖിക്കയുടെ ഒരു കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഒറ്റ സ്ട്രെച്ചിൽ ഡയലോഗ് പറഞ്ഞ അല്ലെങ്കിൽ ഇമോഷൻ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞ ആളുകളെ ഇരുത്തിക്കളയാൻ കഴിവുള്ള ഒരാളാണ് സിദ്ദിഖിക്ക. KPS ലളിതാമ്മ, അങ്ങനെ കുറച്ച് ആളുകളുള്ള ഒരു വലിയൊരു ഡയലോഗ് ഒറ്റ രീതിയിൽ പറഞ്ഞങ്ങ് വിട്ടുകളയുക, നമുക്കത് ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. ഇപ്പം ഈ പലപ്പോഴായിട്ട് അദ്ദേഹത്തിനോടൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിലൊക്കെ ഒരു ഡയലോഗ് നീ ഒന്ന് നിർത്തി, ഇവിടെ ഒരു നിർത്തി കൊടുത്താൽ പിന്നെ പറ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും എന്നോട് ഒരുപാട് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ ഷോർട്ടിനിടയിൽ ഇക്കനോട് ഞാൻ സംസാരിക്കുമായിരുന്നു. പുള്ളി എപ്പോഴും എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ആ കാലത്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഡിജിറ്റൽ അല്ലായിരുന്നു കാര്യങ്ങൾ. അപ്പോഴേക്കും നമുക്ക് ഒരു വലിയ ഡയലോഗ് ആണെങ്കിൽ ആ ടേക്ക് പോയാൽ ആ ഫിലിമാണ് നഷ്ടപ്പെടുന്നത്. കാരണം ഒരു ഫിലിം വെച്ചല്ലേ ഷൂട്ട് ചെയ്യുന്നത്. ആ ഫിലിമിന്റെ പൈസ അവരുടെ ശമ്പളത്തിന് കട്ട് ചെയ്യും. കാരണം അവർ അത്രയ്ക്കൊരു ജനറേ, അത് വൈൽഡ് വെസ്റ്റിനെ പോലത്തെ ഒരു സമയമായിരുന്നു. അത്രയ്ക്ക് ടെക്നോളജി അത്രയ്ക്ക് അഡ്വാൻസ് അല്ലായിരുന്നു. സോ അവർ അതിൻ്റെ നമ്മളെക്കാളും ഒരു 5-10 ഇരട്ടിയായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് അവർ ഇരിക്കണം അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല എത്ര ടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെയല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ എത്ര ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് പുള്ളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു വെറ്ററൻ ആക്ടർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പം ഈ വലിയ ഡയലോഗ്സ് പുള്ളി ചുമ്മാ നോക്കിയിട്ട് ഒന്ന് സ്കാൻ ചെയ്തിട്ട് റെഡി മോനെ നമുക്ക് ടേക്കിൽ പോകാം, അത്രയും റെഡി ആയപ്പോൾ ഞാനൊക്കെ അന്തം വിട്ടു പോകും. പക്ഷേ എന്നെ കൈ പിടിച്ച് പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, ആ നിർത്തി പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ. ഇതിങ്ങനെ പറഞ്ഞ ഡബിൾ കുറച്ചുകൂടെ എളുപ്പമാവും. കാരണം ഇത്രയും ഫാസ്റ്റായിട്ട് സംസാരിച്ച് ഡബിൾ പണി കിട്ടും ലിപ്പിന്. ഇതൊക്കെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് ശരിക്കും ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കരുതുന്നത്. കാരണം 2-3 പടം പുള്ളിയോട് വർക്ക് ചെയ്യാൻ വേണ്ടി. കാരണം അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ, അത്രയ്ക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. എപ്പോഴും പുള്ളി ഉള്ളപ്പോൾ എനിക്ക് എൻ്റെ ഉള്ള ഒരു ബെറ്റർ പെർഫോമൻസ് പുള്ളി പുറത്ത് കൊണ്ടുവരും. കാരണം നമ്മളൊരു ആക്ടറോട് അഭിനയിക്കുമ്പം ആ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയാൽ നമുക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ ഒരു ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അവതരിക്കാൻ പറ്റത്തുള്ളൂ. ആ സ്പേസ് പുള്ളി എനിക്ക് നന്നായി തന്നിട്ടുണ്ട്. ഈ ഒരു നടൻ എന്നുള്ള രീതിയിൽ ബിഗിനിങ് സ്റ്റേജാണ്, എന്നാലും ചോദിക്കുകയാണ്, ഈ ഇമോഷൻസ് കൺവേ ചെയ്യാൻ ഡയലോഗ്സ് ആയിരിക്കുമോ അതെയോ സൈലൻസ് ആയിരിക്കുമോ കുറച്ചുകൂടി നടൻ എന്നുള്ള രീതിയിൽ രഞ്ജിത്തിന് ഓക്കെ? കാരണം ഇപ്പോൾ ഖൽബിൽ ഒരുപാട് ഇമോഷൻസ്, പ്രണയമുണ്ട്, ദേഷ്യമുണ്ട്, വാശിയുണ്ട്, ഒട്ടുമിക്കപ്പെട്ട എല്ലാം ഉണ്ട് അതിൽ. അതെനിക്ക് തോന്നുന്നു സിറ്റുവേഷനിൽ ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ മൈക്കിൻ്റെ ക്യാരക്ടർ നോക്കിയാൽ അത് കുറച്ചുകൂടി സട്ടിലായിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ, കുറച്ച് നിസ്സംഗത. ഖൽബില കുറച്ചുകൂടെ ഒരു യുവാവായിട്ട് യൂത്തായിട്ട് നടക്കുന്നത്. പക്ഷേ അത് ശരിക്കും സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരു പടം കാണുമ്പം അത് പെർഫോമൻസിൽ മാത്രമല്ല ഇരിക്കുന്നത്, അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്, അതിൻ്റെ BGM, അതിൻ്റെ സ്കോറിങ്, അതിൻ്റെ ചില ബോഡി ലാംഗ്വേജ്, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോഴത്തേക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ചില സിറ്റുവേഷനിൽ സൈലൻസ് ആയിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആ കണ്ണുകൾ തന്നെ പറഞ്ഞോളും, അതോ ആ ആംബിയൻസ് തന്നെ പറഞ്ഞോളും. അതെങ്ങനെ മറ്റേ സീനിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലതിന് ചിലപ്പം കുറച്ചുകൂടെയും ഒരു ഫിസിക്കാലിറ്റിയും കുറച്ചുകൂടെയും കുറച്ചുകൂടെയും ഒരു ആക്റ്റീവ്നെസ് വേണമായിരിക്കും. അത് സീൻ അനുസരിച്ചിരിക്കും. അത് ഡയറക്ടറിന്റെ ഒരു കഴിവിലാണ് കിടക്കുന്നതായിട്ട്. ഈ രഞ്ജിത്തിന്റെ ഫാമിലിയിൽ നിന്ന് ആദ്യത്തെ സിനിമ നടനല്ലേ രഞ്ജിത്ത്? കുടുംബത്തിൽ വേറെ ആരും കലാരംഗത്ത് നമ്മൾ അറിയപ്പെടുന്ന രീതിയിൽ ആരും ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നൊരു ഉപദേശം എടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യം പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഒരു സിനിമ കഴിഞ്ഞ് കഴിയുമ്പം അല്ലെങ്കിൽ സിനിമയിലേക്ക് എൻ്റർ ആകുമ്പം പേരൻസിൻ്റെ അടുത്ത് നമുക്കിത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു അഭിപ്രായം അവർക്ക് പറയാൻ അറിയോ? എന്താണ് അവരുടെ ഒരു ഇൻപുട്സ്? എന്താണ്? കൊച്ചിലെ തന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഭയങ്കര കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരിക്കലും സ്റ്റേജിൽ ഞാൻ പോകാൻ ഭയങ്കര കുറച്ച് നാണമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എന്നെ ഒരുപാട് പുഷ് ചെയ്തത്. കാരണം പുള്ളിക്കാരിയെ എന്നിലുള്ള ഒരു കലാകാരനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത്. സോ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നിനക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നീ പോയി എന്തേലും സ്റ്റേജ് കിട്ടി നീ പോയി. അങ്ങനെ സ്കൂളിൽ ഞാൻ പതുക്കെ ഡാൻസ് ഫെസ്റ്റിലും ഈ തിയേറ്ററിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവർക്ക് എപ്പോഴും അറിയായിരുന്നു ഇതാ എൻ്റെ ഉള്ളിലൊരു ടാലൻറ്റ് ഇത് തന്നെയാണെന്ന്. ഓബിയസ്ലി ഞാൻ ഒരു BTech ഗ്രാജുവേറ്റാണ്, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ പറഞ്ഞു, നീ ഒരു സ്റ്റേബിളായിട്ട് ഒരു ഡിഗ്രി എടുത്തിട്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് വിൽ സപ്പോർട്ട് യു, കുഴപ്പമില്ല. സോ
സോ ഐ ആം ജസ്റ്റ് റിയലി ബ്ലെസ്ഡ് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം എൻ്റെ ഒരു ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഐ എം ജസ്റ്റ് എക്സ്ട്രീംലി ഹാപ്പി. ഈ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പം അതിൽ ബഡ്ജറ്റ് ഒരു ഘടകമാവാറുണ്ട്. എനിക്ക് കൽബ് അത്യാവശ്യം ബഡ്ജറ്റായ ഒരു സിനിമയാണ്. എനിക്ക് ഒരുപാട് വലിയ താരങ്ങളിലേക്ക് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം വലിയൊരു സിനിമ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കൽബിനെ വിശേഷിപ്പിക്കാം. ഈ ബഡ്ജറ്റ് ഒരു ഘടകമാവാറുണ്ട്. കാരണം ഓഫ് കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമാണ്. സ്റ്റാർ വാല്യൂ എന്ന് പറയുന്ന ഒരു ബിസിനസ് സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടില്ല. അതെ. അപ്പം പേരൻസിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് നിൽക്കുന്ന സബ്ജക്റ്റ് മതി, അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിനക്ക് സബ്ജക്റ്റ് വച്ചിട്ടുള്ള പരിപാടികൾ പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ബഡ്ജറ്റ് ഒരു ആയിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ പ്രൊഡക്ഷൻ സൈഡിൽ ഞാൻ അത്രയ്ക്ക് ഇൻറ്റർഫിയർ ചെയ്തില്ല. ഞാൻ മോസ്റ്റ്ലി കാരണം ഇപ്പം ഞാൻ ഫുള്ളി ഫോക്കസ് ചെയ്യുന്ന ഒരു ഫുൾ ടൈം ആക്ടറായിട്ടാണ്. അത് ഡെഫിനറ്റ്ലി നമ്മളൊരു പടം എടുക്കുമ്പം അതെങ്ങനെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും എല്ലാവരുടെയും എന്താ പറഞ്ഞ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം അത്. എന്നാലും ആ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ ഞാൻ പോകാറില്ല. ഞാനിപ്പോൾ ഒരു ഫുൾ ടൈം ആക്ടറായിട്ടാണ് ഞാൻ ഇതിൽ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്. കാരണം എല്ലാം തലയിൽ കൊണ്ട് വെച്ചാൽ ഒന്നും നടക്കത്തില്ല. അതാണ് എൻ്റെ ഒരു ഈ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളെ സ്ക്രീനിൽ കാണുന്ന ഒരു ഫീലുണ്ട്. ആ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഉദയനാടത്ത് സലീം കുമാരേട്ടൻ സ്വന്തമായിട്ട് സ്ക്രീനിൽ കാണുമ്പം നമുക്ക് ഞാനാണെന്ന് പറഞ്ഞൊരു ഫീല്, ആ ഒരു ഫീൽ എല്ലാ നടന്മാർക്കും ആദ്യമായിട്ട് നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാവും. ഈ ഫസ്റ്റ് ടൈം നമ്മളെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഫീൽ എന്തായിരുന്നു ശരിക്കും? അത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. മൈക്കിൻ്റെ FTFSൽ അത് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ പടമാണ്, ഇതുവരെ ചെയ്തിട്ടില്ല. സോ പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താ അത് തിയേറ്ററിൽ അത്രയ്ക്ക് വിജയപ്പെട്ടില്ലെങ്കിലും ഒരുപാട് നല്ല റിവ്യൂസാണ് കിട്ടിയത്. പറഞ്ഞാൽ OTTയിൽ വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ എന്താ നമ്മുടെ അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ആയാലും അതിൻ്റെ ഡാൻസ് ആയാലും അതിൻ്റെ ഇമോഷൻസ് ആയാലും. സോ എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആയിരുന്നു, മറക്കാത്തൊരു ഫീലിംഗ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതെൻ്റെ എൻ്റെ ലൈഫിൻ്റെ ഒരു അടുത്തൊരു ഘട്ടത്തെ ഒരു തുടക്കമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ, ഈ ഒരുപാട് മെസ്സേജസ് ഇപ്പം രണ്ടുമാണ് നമ്മൾ പറയേണ്ടത്. ഒന്ന് മൈക്ക്, പിന്നെ കൽബിനും. ഈ പെൺകുട്ടികളിലൊക്കെ മെസ്സേജ് അല്ലെങ്കിൽ പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? പ്രത്യേകിച്ച് ടീനേജ് അല്ലെങ്കിൽ ആ ഒരു ഏജാണ്. എത്ര വയസ്സായി? 27. ടീനേജ് കഴിഞ്ഞൊരു എന്താണ് യുവാവാണ്. അപ്പം ഓഫ് കോഴ്സ് എന്താണ് പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? വേറൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. കാരണം നമ്മുടെ ഒരു വർക്ക് എല്ലാവരും അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് കിട്ടും. കാരണം പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഏത് പടമായാലും ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പേ ഓഫ് കിട്ടുമ്പോൾ, അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സോ ഐ എം ജസ്റ്റ് റിയലി എക്സൈറ്റഡ് ആൻഡ് റിയലി ഹാപ്പി. കൽബിൽ ശരിക്കും പറഞ്ഞാൽ ഏഴ് തലങ്ങളാണ് കാണിക്കുന്നത്. അതെ. ഈ ശരിക്കും രഞ്ജിത്തിന്റെ പ്രണയം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതൊക്കെ ഓബിയസ്ലി കമ്മിറ്റഡ് ആണ്. അല്ല, സിംഗിളാ. പക്ഷെ എന്നാലും ഡെഫിനറ്റ്ലി എനിക്ക് ആ കാൽപ്പോ ക്യാരക്ടർ എനിക്ക് ഒരുപാട് റെസൊനേറ്റ് ചെയ്യാൻ പറ്റി. കാരണം അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പം ചില റിലേറ്റബിലിറ്റി ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. സോ ഡെഫിനറ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേ ഈ 7 തലങ്ങളിലായിട്ട് ഇതുവരെ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു മിസ്റ്റിക്കൽ ബിലീഫാണ്. എന്നാലും അത് ഈ മറ്റേ അതൊരു ഫിലോസഫിക്കൽ രീതി ഒരു ഭയങ്കര ഒരു റിയൽ വേൾഡിൽ കൊണ്ടുവരുമ്പോൾ അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അവതരിപ്പിച്ചത് സാജിദ് ഖാൻ. സോ അതെനിക്ക് ശരിക്കും കണക്റ്റായി മറ്റേ ഫുള്ളായിട്ട്. ഈ കൽബിൻ്റെ ക്ലൈമാക്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നിരുന്നു? അത് അങ്ങനെ വേണോ, അതൊരു ഹാപ്പി എൻഡിങ് പോലെ വേണമെങ്കിൽ പൊക്കൂടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഫാക്ടർ ഇത് തന്നെ ആയിരിക്കണം. കാരണം ഇത് ശരിക്കും കാരണം ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഈ കഥ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഒരുപാട് റീവർക്ക് ചെയ്ത് വന്ന ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് മുന്നേ ഒരു 2-3 ആക്ടേഴ്സ് ഓൾറെഡി കമ്മിറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിലോട്ട് വന്നത്. സോ ആ സമയത്തൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ക്ലൈമാക്സ് ഒക്കെ. പക്ഷേ നമ്മളിപ്പം പിന്നെ എനിക്കൊന്ന് സാജിദ് ഖാൻ പിന്നെ നമ്മുടെ റൈറ്റേഴ്സും എല്ലാം റീവർക്ക് ഈ ഒരു ജനറേഷന് വേണ്ടി, ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി എങ്ങനെ ഇതൊരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കാൻ പറ്റുന്നത്, അങ്ങനെ അവർ എനിക്ക് തോന്നുന്നു ഇപ്പം നടക്കുന്നത് കാണാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പടം നമ്മളെ ഹോണ്ട് ചെയ്യിപ്പിക്കണം. കാരണം നമ്മൾ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് നമ്മളെ ഹോണ്ട് ചെയ്യിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ചില മെസ്സേജ് കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ ഉറക്കം പോയത് കണ്ടിട്ട്. കാരണം ഇത് ഭയങ്കര കരഞ്ഞ് കാണാൻ അത്രയ്ക്ക് ഡീപ്ലി കണക്റ്റായ ആൾക്കാർ ഈ ക്യാരക്ടേഴ്സിലോട്ട്, ഈ പടത്തിലോട്ട്. സോ അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെ നമ്മളും എക്സ്പെക്ട് ചെയ്ത് ഈ പടം കൊടുക്കാൻ വേണ്ടി. സോ അത് നേടിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരുന്ന പ്രൊഡക്ഷൻ പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇനി വരുന്നത്? 2 പ്രോജക്ട്സ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഔട്ട്സൈഡ് പ്രൊഡക്ഷൻസാണ്. നിലവിലിപ്പം അനൗൺസ് ചെയ്യാൻ സമയമായിട്ടില്ല. സോ ഞാൻ അനൗൺസ് ചെയ്യുന്നില്ല. പക്ഷെ അതും കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്ട്സ്. അതിന് ഷൂട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. രഞ്ജിത്തിലെ ഒരു നടനെന്നുള്ള രഞ്ജിത്ത് സ്വയം പറയുന്ന ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്തായിരിക്കും? എന്നിലെ നടൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഇതായിരിക്കും, അല്ലെങ്കിൽ എനിക്കുള്ള ഒരു നെഗറ്റീവ് സൈഡ് ഇതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും സ്വയം എന്താണ്
ഡെഫിനറ്റ്ലി എല്ലാ പടവും ഞാൻ ചെയ്യുമ്പം എനിക്ക് കുറച്ചുകൂടെയും ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വരിക. പക്ഷേ ഞാൻ എന്നെ തീരുമാനിച്ചാൽ ആ സമയത്ത് ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മൈക്കായാലും ഖൽബായാലും ഗോളമായാലും ഏതായാലും UK ആയാലും ആ സമയത്ത് എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയോ, ആ സമയത്ത് ഞാൻ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തോ. എന്നിട്ട് നമ്മൾ ഒരു 5 വർഷം കഴിഞ്ഞ് പിന്നെയും പടം കണ്ട ഓഫീസ് നമുക്ക് കാണാൻ പറ്റുമോ, എനിക്ക് കുറച്ചും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് സ്വാഭാവികമായിട്ട് എല്ലാ ഹ്യൂമൻസും എക്സ്പീരിയൻസ് ചെയ്യാൻ. പക്ഷേ ആ സമയത്ത് ദാറ്റ് ടൈം എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഞാൻ കരുതുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും എനിക്ക് ഫീൽ ചെയ്താൽ ഇത് കുറച്ചുകൂടെയും ആ സമയത്ത് ഞാൻ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, പക്ഷേ ഇത് ഞാൻ ചിലപ്പോൾ മടുപ്പ് വെച്ചായിരിക്കും ഞാൻ ചെയ്ത്, അങ്ങനെ അതിനെ എഫക്ട് ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആ സമയത്ത് കൊടുത്താൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു നടനായിട്ട് അറിയപ്പെടാനാണോ ഒരു നായകനായിട്ട് അറിയപ്പെടാനായിരിക്കുമോ ഒരു ആഗ്രഹം? നടൻ എന്ന് പറഞ്ഞാൽ എന്തോ ഡിഫറൻസ് ഉദ്ദേശിക്കുന്നത്? നായകൻ എന്ന് വെച്ചാൽ ഹീറോ ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ ഒരു നടൻ എന്ന് വെച്ചാൽ നമുക്കൊരു സപ്പോർട്ടിങ് ക്യാരക്ടർ ആവാം, അതൊരു വില്ലൻ ആവാം. നായകൻ എന്നുള്ളൊരു ഒരു ലിമിറ്റേഷൻ ഇല്ല അതിൽ. എന്തുവാ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു എൻ്റെതായിട്ടൊരു അടയാളം ഉണ്ടാക്കണം ഇൻഡസ്ട്രിയിൽ. എങ്ങനെയാണല്ലോ, പക്ഷെ ഒരു ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു അടയാളമായിരിക്കണം. അതാ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ഒന്ന് ചെയ്യാൻ റെഡിയാണ്? അതൊക്കെ ഡെഫിനറ്റ്ലി റെഡിയാണ്. ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഒരു വില്ലൻ ആണെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും ചെയ്യാൻ റെഡിയാണ്. ഇത് നെഗറ്റീവ് ഷെയ്ഡിനെ പറ്റിയല്ല, ഈ ക്യാരക്ടർ ഒരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കുമ്പോൾ എന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അതാ നോക്കാറ്, ലിമിറ്റേഷൻ ഒന്നും നോക്കത്തില്ല. അതാണ് ഒരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മുന്നോട്ടുള്ള എല്ലാ പ്രൊജക്ട്സും ഹിറ്റ് ആവട്ടെ, തുടർന്നെല്ലാം. താങ്ക് യു.